അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണിത് അല്ലേ? എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ യാചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ പലരും കൗൺസിലിങ്ങിന് സമീപിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നത്? നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, പരിചരണ, ലാളന, കരുതൽ, ഇതൊക്കെ അവരുടെ ബ്രെയിനിനകത്ത് നിങ്ങളുടെ ഇമേജിനോടൊപ്പം ഡാറ്റകളായിട്ട് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ നിങ്ങളെ കാണുമ്പോൾ, കണ്ണുകൊണ്ട് കാണുമ്പോൾ, കണ്ണ് കാഴ്ചയെ എടുക്കുന്നേ ഉള്ളൂ, കാഴ്ച തരുന്നില്ല. കാഴ്ചയെ എടുത്തിട്ട് അത് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യും. അവിടെയാണിത് നിങ്ങളാണെന്ന് അനുഭവമാക്കി തരുന്നത്. അതായത് കാഴ്ചയെ അനുഭവമാക്കി തരുന്നത് ബ്രെയിനാണ്. അവിടെ നിങ്ങളുടെ ഡാറ്റകൾ ഉണ്ടാവും, നിങ്ങൾ കൊടുത്തതായിട്ടുള്ള ഡാറ്റകൾ. അതിലേക്ക് കണക്ഷൻ ആകുമ്പോൾ, അത് ഓൺ ആകുമ്പോൾ അവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറി തുടങ്ങും. ഇപ്പം പെരുമാറ്റം മോശമായിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിനകത്ത് നിങ്ങളുടെ ഡാറ്റകൾ കൈമോശം വന്നിരിക്കുന്നു, വീര്യം കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ മറ്റ് പലരുടെയും ഡാറ്റകൾ അവിടെ കയറിയിട്ടുണ്ടാകും. ഇപ്പോഴും നിങ്ങൾ അവരുടെ പിന്നാലെ ഇങ്ങനെ യാചിച്ചു പോയത് കൊണ്ട് ഡാറ്റ കയറാത്തിടത്തോളം അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ഈ സമയം നിങ്ങൾ നിങ്ങളെയും മറക്കുന്നുണ്ട്. ഞാൻ ആരാണെന്നൊരു ഇമേജ് നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഉണ്ടായിരുന്നു, നിങ്ങളുടെ കഴിവുകൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ മറന്നിട്ട് അയാളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഡിമാൻഡുള്ള പ്രോഡക്റ്റിനാണ് ആവശ്യക്കാർ കൂടുതൽ. നിങ്ങൾ കൊടുത്ത സ്നേഹം, പരിഗണന, ലാളന, കരുതൽ, ഇതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇതെവിടെയും കൈമോശം വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളെ ഡിമാൻഡ് ചെയ്യുക, നിങ്ങളെ ഉയർത്തുക, നിങ്ങളെ വളർത്തുക. യാചിച്ചു പോകും തോറും നിങ്ങളിൽ ഒരു യാചകന്റെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക.